ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറ്റിച്ചിറക്കാരൻ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും നേരിട്ട് വീഡിയോയിലേക്ക് തന്നെ പോവാം. ഓക്കെ കൂട്ടുകാരെ, ഞങ്ങളുടെ MI ഗ്രൂപ്പ്, മാതാവിൻ്റെ നാമത്തിലുള്ള MI ബോയ്സ് ടൗൺ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് ചില്ലറക്കാരല്ല കേട്ടോ. അവരെന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ച് കഴിഞ്ഞാൽ അത് നടത്തിയിരിക്കും. പുലികളാണ് കേട്ടോ, പുലികൾ. ഈ പ്രാവശ്യത്തെ 50 നോയമ്പ് പ്രമാണിച്ച് എല്ലാ കൂട്ടുകാരും കൂടി ഒരു തീരുമാനം എടുത്തു. നമ്മുടെ ഈ 50 നോയമ്പിൽ നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലും ചെറിയ പൈസകൾ കൂട്ടിവെച്ച് ഏതെങ്കിലും 2 ഓർഫനേജുകളിലേക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമെന്ന് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെ തന്നെ കേട്ട പാടി കേൾക്കാത്ത പാടി എല്ലാവരും ഓക്കെ ശരി വെച്ചു. അവരവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള പൈസ അവരാരും അങ്ങോട്ട് അയച്ചു തന്ന് ഒരാളിതിന് കോർഡിനേറ്റ് ചെയ്തു. ഞങ്ങൾ ആദ്യം തീരുമാനിച്ചു ഇത് ആരോടും പറയാണ്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടും പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇത് അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. ഇത് 4 ആൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്കും ഇതിനൊരു പ്രചോദനം ഉണ്ടാവുള്ളൂ എന്ന് തോന്നിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാനൊരു അവസരം ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ചാലക്കുടിയിലത്തെ ഹോൾസെയിൽ കടയായ എൻ്റെ ഒരു കൂട്ടുകാരൻ ഷാജി മാഷുണ്ട്. ഷാജി മാഷോട് കാര്യം പറഞ്ഞു. ഷാജി മാഷ് പറഞ്ഞു അതിനെന്താടാ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറയല്ല, മാഷ് ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് ചെറിയ ഹോൾസെയിൽ റേറ്റിന് ഉള്ള ബില്ല് ഇട്ട് നമുക്ക് കൈ തന്നു. നമുക്ക് സമയവും സന്ദർഭവും ഒഴിവുള്ള കുറച്ച് കൂട്ടുകാരന്മാർ എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ഓർഫനേജിലേക്കാണ് ഞങ്ങൾ പോയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ നേരം കൊണ്ട് ഈ പറയുന്ന ഓർഫനേജിൽ ഞങ്ങൾ എത്താൻ ഞങ്ങൾ അവിടെ തറയപ്പോഴേക്കും സിസ്റ്റർമാർ ഞങ്ങൾ നോക്കി കണ്ടായിട്ടാ. സിസ്റ്റർ ഞങ്ങളെ കാത്തു നിൽക്കണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാമെന്ന്. ആ സമയത്ത് ഞങ്ങളവിടെ എത്തിയ വശം തന്നെ സിസ്റ്റർ ഞങ്ങളെ സ്വാഗതം ചെയ്തു. സാധനങ്ങളൊക്കെ കണ്ട് ചറപറാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വണ്ടിയിലേക്ക് ഇറക്കി വെച്ചിട്ട് ഞങ്ങളാണ്ട് സിസ്റ്ററുടെ ഓഫീസിലേക്കാണ് കയറ്റി വെച്ചത്. സിസ്റ്റർക്കും വളരെ സന്തോഷമായി, ഞങ്ങൾക്കും വളരെ സന്തോഷമായി. അത് അവിടെ ഏൽപ്പിച്ച് നല്ല നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അടുത്ത ഓർഫനേജിലേക്ക് അടുത്ത കൂട്ടുകാരായിട്ട് അന്നും അത് വേറൊരു ദിവസമാണ് പോയതിട്ടാ. അന്നും ഞങ്ങൾ വേറൊരുത്തിനും കൂടി പോയി അവിടെ വേറൊരു ഓർഫനേജിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങളങ്ങനെ അവിടെ എത്തിയ വശം തന്നെ നോക്കിയപ്പോൾ സിസ്റ്റർ ഞങ്ങൾ അവിടെ നോക്കിയിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ചെന്ന വശം തന്നെ എല്ലാ സാധനങ്ങളും അവിടെ ഇറക്കി വയ്ക്കാനായിട്ട് ഞങ്ങളുടെ ഒപ്പം കൂടെ നിന്ന് വെയിറ്റ് നിന്ന് കട്ട സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാ സാധനങ്ങളും ഞങ്ങൾ അവിടെ ഇറക്കി വെച്ചിട്ടോ. സിസ്റ്റർ ആവശ്യപ്പെട്ട സാധനങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവിടേക്ക് വേണ്ട എന്തൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ട ആ സാധനങ്ങളാണ് ഞങ്ങൾ മേടിച്ചോണ്ടിരുന്നത് കേട്ടോ. പ്രിയ കൂട്ടുകാരെ, ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ചെറിയ സഹായം ആർക്കെങ്കിലും ചെയ്യാൻ തോന്നുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാവട്ടെ എന്ന് ഞങ്ങൾക്കും ഒരു സന്തോഷമുണ്ട്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിലുണ്ടായ എല്ലാ സാധനങ്ങളും വീണ്ടും ഇറക്കാനുള്ളതും കൂടിയൊക്കെ ഇറക്കി എല്ലാ സാധനങ്ങളും ഇറക്കി സിസ്റ്ററിനെ ഏൽപ്പിച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു അത് ഓഫീസിൻ്റെ ഉള്ളിലേക്കാണ് കയറ്റി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബാക്കിയുണ്ടായ സാധനങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ ഞാൻ കയറ്റി വെച്ചു കേട്ടോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ഒരു കടുകുമണിയാണെങ്കിലും അത് ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം ദൈവം തരും. നമ്മിലൂടെയല്ല പലരിലൂടെ ആയിട്ടാണെങ്കിലും ദൈവം അത് നമുക്ക് നിവർത്തിച്ചു തരും. നല്ല ദൈവം നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അങ്ങനെ സിസ്റ്ററിൻ്റെ ഒരു നന്ദി പ്രകടനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സിസ്റ്ററിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, ടാറ്റ ബൈ ബൈ. ഇനി ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വീണ്ടും നിങ്ങളെ അറിയിക്കാം. ഓക്കെ.